ലോകത്തിന്റെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന മുതലാളിമാരുടെ ഇന്ത്യയിലാണ്. ഏറ്റവും കൂടുതൽ ലാഭം ഇന്ത്യൻ മുതലാളിമാർക്ക് ലോകത്തെ മറ്റു കോർപ്പറേറ്റ് മുതലാളിമാരെക്കാൾ എന്താ ഒരു അധിക ശക്തികളുണ്ടാകും. അല്ല, പൂർണ്ണമായിട്ട് ഗവൺമെന്റ് പിന്തുണയോടുകൂടി കോർപ്പറേറ്റ് മുതലാളിത്തത്തെ വളർത്തുക, ധനകേന്ദ്രീകരണം. 1980-കളില് 1%-ലധികം ഇന്ത്യയിലെ 25% സ്വത്തുള്ള ഈ ശതകോടീശ്വരന്മാർ, ഒരു ദശലക്ഷം $1 ബില്യൺ വരുമാനമുള്ള ശതകോടീശ്വരന്മാർ വളരെ ഇടത്ത് കുറവായി. മോഡി വരുമ്പത്തിന്റെ 100, ഇപ്പൊ 185, 200-ലേക്ക് കയറുക. അവരുടെ എണ്ണത്തിലെ വർദ്ധന. 1% ആളുകളുടെ കയ്യിൽ കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കുന്നുണ്ട്. 80-കളുടെ തുടക്കത്തിൽ 6% സമ്പത്തായിരുന്നു കേന്ദ്രീകരിച്ചത്. ഇപ്പൊ 4% സമ്പത്തായി. വലിയ കേന്ദ്രീകരണം. പിന്നെ 5 മുതലാളിമാരുടെ കൈകളിലേക്ക് അനേക ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് പെട്ടെന്ന് കഴിഞ്ഞു. 10 ലക്ഷം കോടി രൂപയുടെ സമ്പത്തിന്റെ തിരുവയം വരിക. 10 ലക്ഷം കോടി. അതിന്റെ ഒപ്പവും ചിലപ്പോൾ അതിന്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് അദാനി. 5 മുതലാളിമാർ. ഏറ്റവും ആകർഷകമായെന്നാണ് ജനാധിപത്യത്തിന്റെ ഒരു തെക്കൻ കൊറിയൻ പാഠമുണ്ട്. അമേരിക്ക നിശ്ചയിച്ച പട്ടാള ഭരണാധികാരികളുടെ അധികാരം രൂപപ്പെടുത്തി എല്ലാ പൗരാവകാശങ്ങളും അവസാനിപ്പിച്ച് അതിനെ പിന്നീട് ഒരു കോർപ്പറേറ്റ് കൊള്ള ലാഭത്തിന്റെ വീതവെപ്പിലേക്ക് കൊണ്ടുപോയത്. 4-5 കോർപ്പറേറ്റ് മുതലാളിമാർ ഒരു രാജ്യം മുഴുവൻ വീതിച്ചെടുത്ത് അതിന്റെ സമ്പത്തും നിയന്ത്രണവും പരിപൂർണമാക്കിയതാണ് തെക്കൻ കൊറിയയുടെ അനുഭവം. അതിന്റെ പുതിയ പദത്തിൽ ഇപ്പൊ ചെന്നെത്തി നിൽക്കുന്നത് ഏതാണ് അതുപോലെ. രാജ്യത്തിന്റെ മുഴുവൻ സമ്പത്ത് 4-5 മുതലാളിമാരുടെ കയ്യിലേക്ക് വീതം വെച്ച് കൊടുത്ത് അതിന് കർമ്മീയത്വം വഹിച്ച് അവരുടെ പിന്തുണയോടുകൂടി തങ്ങളുടെ തീവ്ര ഹിന്ദുത്വ ലക്ഷ്യത്തിലേക്ക്, തിയോക്രാറ്റിക് സ്റ്റേറ്റിലേക്ക്, അമിതാധികാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന അത്യപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു. അതിനാണ് പാവപ്പെട്ട മനുഷ്യരെ ചൂഷണം ചെയ്യുക. ഈ വേഗത്തിൽ വളരുന്ന മുതലാളിക്ക് വളരാൻ സഹായം കൊടുക്കാൻ മുതലാളി വളരുന്നതിന്റെ മറുഭാഗം എന്താ? മുതലാളിത്തം വളരുന്നതിന്റെ മറുഭാഗം എന്താ? സാധാരണക്കാരന്റെ പാവപ്പെട്ടവന്റെ ജീവിതത്തിന്റെ ഭീകരമായ തകർച്ചയാണ്. അതാണ് ഇന്നത്തെ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഇവരുടെ കൈകളിലേക്ക് 10,000-കണക്കിന് കോടി ലക്ഷക്കണക്കിന് കോടി കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ കോടാനുകോടി മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ നിർമ്മലങ്ങളുടെയും നിരാകരണമാണ്. മനുഷ്യനായി ജീവിക്കാനുള്ള അവന്റെ അവകാശം കിട്ടാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ള ഹങ്കർ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, പട്ടിണിക്കാരുടെ റിപ്പബ്ലിക് ഇന്ത്യയിലെ എത്ര സ്ഥലത്താ കയറി നിൽക്കുന്ന 117 അവിടെ 105, 460, 160 എപ്പോഴെല്ലാം ഇവിടില്ല. ഏറ്റവും കൂടുതൽ ദരിദ്രം 25 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവരിൽ അവരാണ് തൊഴിലെടുക്കുന്ന ജനിപ്പാണ്. ഏറ്റവും കൂടുതൽ തൊഴിലേതരാ ഇന്ത്യയിൽ. ദാരിദ്ര്യത്തിന്റെ അളവ് വർദ്ധിക്കില്ലേ? ഇപ്പോ OECD രാജ്യങ്ങളില് സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി 21% ലഭിക്കും. ഏറ്റവും വികസിച്ച ഒരു 20 രാജ്യങ്ങൾ, 21 രാജ്യങ്ങൾ. ഇന്ത്യ 7%. ഏറ്റവും കുറവ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം സാമൂഹ്യക്ഷേമത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും കുറവ് നീക്കിയിരിക്കുന്നു. നികുതി കെട്ടിയുടെ മുൻഗണന GST നടപ്പിലാക്കിയതോടുകൂടി ഒരു വെട്ടിക്കട നടത്തി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. അവന്റെ വീടിന്റെ മുന്നിൽ എന്ത് വെക്കണം? GST നമ്പർ വെക്കണം. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് പച്ചക്കറി കടക്കാരുടെ അവിടേക്ക് ഇപ്പൊ പാവപ്പെട്ട പച്ചക്കറി കടക്കാർക്ക് പല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് ധനവിനിമയ രീതികൾ ആൾക്കാർക്ക് നല്ല സുഖാണ്. മനസ്സിലായോ? കുറച്ചധികം ഈ പണ ജ്യൂസ് ജ്യൂസ് കടയിൽ കുറച്ചധികം ജ്യൂസ് വിറ്റ് ഇതിലൂടെ പണം പേ ചെയ്ത് പോയാൽ അതിന്റെ അളവ് അപ്പുറത്ത് വിൽക്കണ്ട്. മനസ്സിലായില്ലേ? ഇൻകം ടാക്സിന്റെ രാവിലെ നോട്ടീസ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം അവിടേക്ക് കണക്കാക്കിയിട്ടാണ്. ഇപ്പൊ വിമാനത്താവളത്തിൽ എളുപ്പത്തിൽ കയറി പോകാൻ വേണ്ടി ഒരു
യാത്ര സംവിധാനം ചെയ്യുന്നു. ഇന്നലെ പത്രത്തിൽ വെച്ചു അതിലൂടെ കൂടുതൽ സമയം കയറി പോയാല് അതിന്റെ അത്ര നികുതി അടച്ചു നോക്കാൻ വേറെ ആളെ പിരിഞ്ഞിട്ടുണ്ട്. കൂടുതൽ തവണ വിമാനയാത്ര നടത്തിയോ ആ വിമാനയാത്രയുടെ അനുവാദം ചെയ്തു നികുതി അടച്ചിട്ട് നോക്കാം. മനസ്സിലായ ഇലക്ട്രോണിക് യന്ത്രത്തിന്റെ മുൻകൂടികൾ നിൽക്കുമ്പോ നമ്മൾ വിചാരിക്കും അയ്യോ വളരെ സൗകര്യമായിരിക്കാം. സൗകര്യത്തിന്റെ ഒരു മറുപുറത്ത് ഇങ്ങനെ ഒരു കാര്യമില്ല. ഞാനത് പറഞ്ഞ ചില ടി വി ചാനലുണ്ട് നേരെ വക്രീകരിച്ച് നാളെ വേറെ കൊടുക്കുന്നതിരിക്കും അറിയാം. എന്നാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല.